മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ വർഗീയ പ്രചാരണമാണ് നടത്തുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയ്ത വികസന പ്രവർത്തനങ്ങളെയോ ചെയ്യാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റിയോ പറയാതെ വർഗീയത മാത്രമാണ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി ആ നിയോജക മണ്ഡലത്തിലുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വികസന നേട്ടങ്ങളെ പറ്റി പറയുന്നില്ല. മുഖ്യമന്ത്രി ആകെ പറയുന്നത് വർഗീയത മാത്രമാണ്. വർഗീയ പ്രചരണമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ തെരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും നിലമ്പൂരിൽ ചെലവാകാൻ പോകുന്നില്ല. മതേതര വിശ്വാസികളായ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDF-നെ പിന്തുണയ്ക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൂടുതൽ നേടിയിട്ടുള്ളത് CPM ആണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്തുണയ്ക്കുമ്പോൾ അത് വർഗീയ കൂട്ടുകെട്ടാണെന്ന് ആക്ഷേപിക്കുന്നത് തെറ്റാണ്. എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിട്ടുള്ളത് CPM ആണ്. കഴിഞ്ഞ കാല ചരിത്രം എല്ലാവർക്കും അറിയാം. അവരോടൊപ്പം കൂടിയാൽ അവരൊക്കെ നല്ലവരും, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ പിന്തുണച്ചാൽ അവർ വർഗീയവാദി. ആ നിലപാടിലല്ല. നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധി ഇന്ന് എത്തുന്നതോടെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറും. പ്രചാരണം കൂടുതൽ ഊർജിതമാകുമെന്നും UDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. TCV തൃശൂർ.